ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കൊടിച്ച ദിവസമാണ്. നമുക്കിന്നൊരു മാരേജ് ഉണ്ട് കേട്ടോ, പാലക്കാട്. അപ്പോൾ ഇങ്ങോട്ട് ബസ് വരും. അപ്പോൾ ഞങ്ങൾക്ക് റെഡി ആവണം. ഞാൻ മക്കളെയൊക്കെ കുളിപ്പിച്ച് നമുക്ക് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ കുറച്ച് ദൂരമല്ലേ, അപ്പോൾ അവൾക്ക് വേണ്ട ഫുഡും കാര്യങ്ങളും ഡ്രസ്സും ഒക്കെ നമുക്ക് ബാഗിൽ വെച്ച് കൊണ്ടുപോകണം. അങ്ങനെ ബസ് വന്ന് നമ്മൾ സീറ്റൊക്കെ ഉറപ്പിച്ച് അവിടെ ഇരുന്നു. അവൾക്കും കുറച്ച് നേരം മടിയിൽ വയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെറിയ മോളെ മടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ബസ് കേട്ടോ. കുറച്ച് അത്യാവശ്യം വലിയ ബസ്സാണ്. നമ്മളെ ഫാമിലി മൊത്തം ഉണ്ട്. ഒരിക്കലും ബസ്സിൽ സോങ് ഇട്ടു. അപ്പോൾ അവൾ അതിന് ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സീനുവിനെ നമുക്ക് പുറത്തിറക്കാൻ പറ്റാത്തതുകൊണ്ട് അവന് ആ മക്കളിൽ നിന്ന് അവനൊരു സ്റ്റെപ്പ് ഇടുന്നുണ്ട്. നമ്മൾ യാത്ര തുടങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സോങ്ങൊക്കെ വെച്ച് ജോളായിട്ട് ഫാമിലിയായിട്ട് അടിച്ച് പൊളിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചെത്തിയപ്പോൾ കാക്കു നമ്മുടെ അടുത്ത് വന്നിരുന്നു. ചെറിയ മോളുണ്ട്, കാക്കോടുണ്ട് സ്റ്റെപ്പ് ഇടണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കല്യാണ വീട്ടിലെത്തി. അതായിരുന്നു മണ്ഡപം. അവിടെ നിന്ന് ചെന്നപാടെ നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ കിട്ടി. ഫുഡിൻ്റെ മുന്നേ മോളെ എനിക്കൊരു ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കഴിച്ചു. അപ്പോഴേക്കിനൊക്കെ ചെറുക്കൻ എത്തിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവൻ ഐസ്ക്രീം കഴിക്കുകയാണ്. അവളങ്ങനെ ഓടി കളിക്കുന്നുണ്ട്, നോക്കിയിങ്ങനെ ഒക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിൻ്റെ അവിടെ പോയപ്പോൾ അവിടെ ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴേക്കിനും സേനു കുറച്ച് വാശി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കരച്ചിലായിരുന്നു. അങ്ങനെ ഫോണ് വേണം, ഇറങ്ങി മണ്ടണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതിനിടയ്ക്ക് എൻ്റെ മോളെ കാണാതെ ആയിട്ടോ. അപ്പോൾ ഞാനതിന് വഴക്ക് പറഞ്ഞതിന് തെറ്റിയിരിക്കുകയാണ് കേട്ടോ. മുഖം വീർപ്പിച്ചിട്ട് അപ്പോൾ പുറത്ത് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ പുഴയും ഇതൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് നോക്കി ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഡാൻസിൻ്റെ ഒക്കെ ഇടയിൽ ഒരാളിതാ വേറൊരാളുടെ ലീസൊക്കെ എടുത്തിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഇപ്പോൾ പൊറാട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് കറി വെച്ചു. പിന്നെ എനിക്ക് കുറച്ച് തുണികളൊക്കെ മടക്കിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ മടക്കി വെച്ചു. അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് സുഖമായി കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.